പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ബാംഗ്ലൂരിൽ CBCI മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. 10-ാം തീയതി വൈകുന്നേരം വരെ ഈ CBCI സമ്മേളനം ഇവിടെ ഉണ്ടായിരിക്കും. ഈ സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ ഇന്ത്യയിലുള്ള മെത്രാന്മാരുടെ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും ഒരുമയുമാണ്. സിറോ മലബാർ, സിറോ മലങ്കര, ലത്തീൻ എന്നീ കത്തോലിക്ക മെത്രാന്മാരുടെ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വരികയും ഒരുമിച്ച് ചിരിക്കുകയും കളിക്കുകയും ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനഡൽ ചേർച്ചായി തീരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സിനഡാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് കേൾക്കുക, ഒരുമിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഐക്യം എല്ലാവരെയും ഇതുവഴിയായിട്ട് അറിയിക്കുക, അങ്ങനെ വലിയൊരു സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ത്യയിലെ മെത്രാൻ സമിതിയുടെ വാർഷിക യോഗം, ദ്വൈവാർഷിക യോഗം ആരംഭിക്കുകയാണ്. ബാംഗ്ലൂർ സെയിൻറ്റ് ജോൺസ് ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ഒരു പൊതുവായ സ്ഥാപനമാണല്ലോ. ഇവിടെയാണ് പതിവായിട്ട് നമ്മുടെ സമ്മേളനങ്ങൾ നടത്തപ്പെടുക. ഇന്ത്യയിലെ സഭ നേരിടുന്ന പ്രതിസന്ധികളും സഭയുടെ സാധ്യതകളും സഭയുടെ ദൗത്യവുമെല്ലാം ചർച്ചാ വിഷയമാക്കുന്ന സമ്മേളനമാണിത്. പിതാക്കന്മാർ എല്ലാവരും എത്തിയിട്ടുണ്ട്. നുൻഷ്യോ പിതാവ് വന്ന് കുർബാന അർപ്പിച്ചു, ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യും. പല പിതാക്കന്മാരും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ ആദരണീയനായ വ്യക്തികളും ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും സന്തോഷവും. CBCIയുടെ സമ്മേളനം ബാംഗ്ലൂരിൽ നടക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ഒരു കത്തോലിക്കൻ എന്നുള്ള നിലയിൽ ദൈവത്തോടും ജനത്തോടും രാജ്യത്തോടുമുള്ള കടമകൾ അഭംഗുരമായി നിറവേറ്റിക്കൊണ്ട് പോകുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഓരോ ഇന്ത്യൻ പൗരനും അവൻ്റെ വിശ്വാസം സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും പകർന്നു കൊടുക്കുവാനുമുള്ള അവകാശം ഭരണഘടന നൽകുമ്പോൾ അതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഭൂപ്രദേശങ്ങളിലും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ, സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ ഐക്യത്തോടും സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അത് ശ്ലാഘനീയമല്ല. എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒന്നായി ഒരു കുടുംബമായി ഒരു കൂട്ടായ്മയായി മുൻപോട്ട് പോവുക എന്നുള്ള ദൗത്യം സഭ നിറവേറ്റുവാൻ ഈ CBCI സമ്മേളനം വഴി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കും. CBCI സമ്മേളനം നമുക്കിപ്പോൾ നല്ല പ്രതീക്ഷയാണുള്ളത്. കാരണം ഇന്ത്യയെ ചർച്ചിൻ്റെ മുഴുവൻ കൂട്ടായ്മയാണല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നുള്ള ബിഷപ്സ് എല്ലാം വന്നുകൂടുകയും സഭയുടെ കാര്യങ്ങൾ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നൊരു അവസരമാണ്. സോ വി ഓൾവേസ് ഹോപ്പ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദി ചർച്ച് ത്രൂ ദി CBCI മീറ്റിംഗ്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ കുറച്ചുകൂടി ഉറച്ചു നിന്ന് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ശക്തി പിതാക്കന്മാർക്കും അതുപോലെ എല്ലാവർക്കും കിട്ടാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. CBCIയുടെ 37ാമത് പ്ലീനറി സമ്മേളനം കൂടുന്ന ഈ അവസരത്തിൽ സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ചിന്തിക്കുവാൻ, സഭയുടെ നിലപാടുകൾ വ്യക്തമാക്കുവാനും ഈ പ്ലീനറി മീറ്റിംഗ് സഹായകരമാകും എന്നുള്ള സംശയമില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുന്നു, ഞങ്ങളുടെ എല്ലാ സഹകരണവും അഭ്യർത്ഥിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ നിലനിർത്തിക്കൊണ്ട്
വിശ്വാസാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭാരത ജനതയെ കെട്ടിപ്പടുക്കുവാൻ സഹായകരമാകുന്ന ചിന്തകൾ, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ ഇടവരട്ടെ. അതിന് എല്ലാ ബിഷപ്സും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്നു. നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, CBCIയുടെ 37ാമത്തെ വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെച്ച്. ഇന്ത്യയിലെ 3 റീത്തിലെ ബിഷപ്പുമാർ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനുള്ള ഈ സംരംഭത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. ആത്മാവിനാൽ നിറഞ്ഞ് നന്നായി ഐക്യത്തോടുകൂടി എല്ലാം ചെയ്യുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമ്മളുടെ CBCIയുടെ 37ാമത് പ്രിലിമിനറി സമ്മേളനം ആരംഭിക്കുകയാണ്. ഭാരതാസഭയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമ്മേളനമാണ്. ഭാരതത്തിലെ 174 രൂപതകളിൽ നിന്ന് മെത്രാന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും കരുതലും എപ്രകാരമാണ് നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധ്യമാകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ മുഖ്യമായ ചർച്ചാ വിഷയം. നാം ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ വികസനത്തിനും സഭ പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്ത്, സമൂഹത്തിലെ പാവപ്പെട്ടവരോട് കരുണയും കരുതലും കാണിക്കുന്ന രംഗത്ത് ഭാരതസഭ മറ്റ് എല്ലാവർക്കും മാതൃകയാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഭയ്ക്ക് ചില പ്രയാസങ്ങളും വെല്ലുവിളികളും നേരുന്നു. സഭയുടെ ഈ പ്രവർത്തനത്തെ നല്ല രീതിയിൽ കാണുവാൻ സാധിക്കാത്ത ചില ജനങ്ങൾ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയും നമ്മുടെ വിശ്വാസ സമൂഹം പല വേദനകളും വെല്ലുവിളികളും നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളെ പ്രചരിപ്പിക്കും വഴിയായി നമ്മുടെ വൈദികർക്ക്, സന്യസ്തർക്ക്, അതുപോലെ തന്നെ മിഷണറിമാർക്ക്, വിശ്വാസം പങ്കുവെച്ചു കൊടുക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. 37ാം സമ്മേളനത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ വിശദമായ ചർച്ച ചെയ്യുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന എല്ലാവിധമായ വിശ്വാസ സ്വാതന്ത്ര്യവും ക്രൈസ്തവർക്കും മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ക്രൈസ്തവരെ നേരിടുന്ന ഈ പ്രയാസങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയോടും മറ്റ് അധികാരികളോടും പല സന്ദർഭത്തിൽ നമ്മൾ അറിയിപ്പ് നൽകുകയും വളരെ സൗഹാർദ്ദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ രീതിയിലുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ സഭയ്ക്ക് വളരെ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഭാരത സഭ ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രത്യേകമായ വികാരങ്ങളും ചിന്തകളും അധികാരിയുടെ ഭാഗത്തു നിന്ന് നൽകേണ്ടതായ പിന്തുണയും എന്താണെന്ന് വിശദമായി പഠിക്കുകയും അതനുസരിച്ചുള്ള ഒരു നിവേദനം അധികാരികൾക്ക് നൽകുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങൾ,
ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകുന്ന ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ സഭയും കൂടെയുണ്ട് എന്ന് അധികാരികളെ അറിയിക്കുവാനായിട്ടും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഷക്കീന ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയംഗമായ ആശംസകളും പ്രാർത്ഥനയും നൽകുന്നു. I am Bishop Salvatore Lobo, Emeritus Bishop of Baripur in West Bengal. And this meeting has been this meeting has been looked forward very eagerly because we are dealing with the Constitution. Given the situation of India, we need this meeting very urgently and deeply. We hope we are able to discuss something which will improve the situation of peace and harmony within the nation. 37ാമത് CBCA സമ്മേളനം ബാംഗ്ലൂർ നടക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സഭാ സാഹചര്യങ്ങളിൽ CBCA മീറ്റിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് എല്ലാം കാണുന്നത്. നല്ല ദൈവം ഈ സമ്മേളനത്തിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഒരു പുതിയ ദിശാബോധം കൊടുക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹവും. ഇവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളും ആത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു സഭയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്കെല്ലാവർക്കും ശക്തി പകരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. താങ്ക് യു. CBCI നമ്മുടെ ഇന്ത്യയിലെ ഭാരതസഭയിലെ കത്തോലിക്ക സഭകളുടെ കൂട്ടായ്മയുടെ ഒരു സമ്മേളനമാണ്. ലത്തീൻ സഭയിലും സീറോ മലബാർ സഭയിലും മലങ്കര സഭയിലുമുള്ള എല്ലാ പിതാക്കന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളുടെ പൊതുവായിട്ടുള്ള സാക്ഷ്യത്തിന് ഈ പ്ലീനറി സമ്മേളനം സഹായമാകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആശംസ. അതുപോലെ 3 സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയിൽ ശക്തിപ്പെടാനും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പരസ്പര ധാരണയോടുകൂടി ഒരു സംഭാഷണത്തിൻ്റെ ശൈലിയിൽ സംസാരിച്ച് തീരുമാനിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു വേദിയാണിത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും അതിൻ്റെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം കൂടിയാണ്. 37ാമത്തെ CBCAയുടെ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ എല്ലാ രൂപതകളിൽ നിന്നുള്ള പിതാക്കന്മാർ ഇവിടെ കൂടിയിരിക്കുകയാണ്. ബാംഗ്ലൂരിലെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഈ അവസരത്തിൽ 37ാമത്തെ CBCAയുടെ കോൺഗ്രസിൻ്റെ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ സഭ മുൻപോട്ട് പോകുന്നത് നമ്മളുടെ ഒരു മിഷൻ സ്പിരിറ്റിൽ ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ചുകൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പോയിൻറ്റ്സും ഇതെല്ലാം ഡിസ്കസ് ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഒരു കൊളീജിയൽ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ചർച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നാണ് 4-ാം തീയതി ഫെബ്രുവരി 4-ാം തീയതി നമ്മളുടെ സമ്മേളനം തുടങ്ങുകയാണ്. ദിവ്യബലിയോടുകൂടി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഇത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ശക്തി നമുക്കെല്ലാം ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. I am Bishop Prakash Sagili, Diocese of Khammam, Telangana. I am very happy that all the shepherds of India are gathering together to reflect on our situation in India and how to develop the Catholic community. On all the rights in unity gathered together. This is wonderful. I wish all the best and I pray for them. Thank you all. Pray for us. 37ാമത് CBCA മീറ്റിംഗ് ബാംഗ്ലൂരിൽ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ അങ്കണത്തിൽ നടക്കുമ്പോൾ വളരെ പ്രത്യാശയോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരും ഒന്നിച്ചു കൂടുമ്പോൾ ഇന്ത്യയിലാകമാനം നടപ്പിലാകേണ്ട എല്ലാവിധമായ ശുശ്രൂഷകളെയും കുറിച്ചും അതുപോലെ തന്നെ സഭയുടെ എല്ലാവിധമായ വിവിധ തലങ്ങളിലുള്ള മിനിസ്ട്രിയെക്കുറിച്ചും ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അതുപോലെ തന്നെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ദൈവജനത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കോൺഫറൻസ് മീറ്റിംഗ് പിതാക്കന്മാരുടെ നേതൃത്വത്തിലൂടെ നടക്കുന്നു എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു.
നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയ്ക്ക് അനുഗ്രഹപ്രദമായ എല്ലാവിധമായ തീരുമാനങ്ങളും ഉണ്ടാകുന്നതിനായിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു ഉത്സവം പോലെയാണ്. 200-ലധികം മെത്രാന്മാരൊന്നിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ സഭയുടെ വലിയൊരു കൂട്ടായ്മയും സൗഹൃദവും സഭ ഒരു ശരീരമാണെന്നും ഒരു വിശ്വാസമാണെന്നും ഒരു മാമോദീസായും ഒരു കർത്താവുമാണെന്നൊക്കെയുള്ള വലിയ ബോധ്യം എല്ലാവർക്കും പരസ്പരം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ CBCI മീറ്റിംഗ് സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.